ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരക്ക് പിടിച്ച് സമയമില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഒരു വഴുതനങ്ങയാണ് വേണ്ടത്. വഴുതനങ്ങ നന്നായി കഴുകിയതിന് ശേഷം മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക. ഇനി കുറച്ച് വെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വഴുതനങ്ങ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. വഴുതനങ്ങയിലത്തെ കറിയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ബാക്കി ചേരുവകൾ കൂടെ പെട്ടെന്ന് തയ്യാറാക്കാം. 1/4 കപ്പ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞത്, ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 1/2 കപ്പ് തൈര് എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ വഴുതനങ്ങ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കറയെല്ലാം പോയി കാണും. അത് വെള്ളത്തിനെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ 4 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞതാണ്, 1/4 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ച വഴുതനങ്ങ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴുതനങ്ങയൊന്നും ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് പൊടികളൊന്നും ചേർത്തിട്ടില്ല. വഴുതനങ്ങ കുറച്ചൊന്ന് വഴന്നതിന് ശേഷം പൊടികൾ നമ്മൾക്ക് ചേർക്കാം. നമ്മൾ നേരത്തെ തൈര് എടുത്തപ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ഇട്ട് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം വഴുതനങ്ങ വേവാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇതടച്ച് വെച്ചൊന്ന് വേവിക്കാം. വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതാകെ കുഴഞ്ഞ പോലെ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ചെറിയ തീയിൽ അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വഴുതനങ്ങയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ നന്നായി കുറച്ച് വെക്കണം. നല്ല പോലെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ തൈരെല്ലാം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും, അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തീയിൽ എല്ലാം കൂടെ നല്ല പോലെ ചൂടാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. വഴുതനങ്ങയെല്ലാം നേരത്തെ നമ്മൾ പാകത്തിന് വേവിച്ചതാണ്, അതുകൊണ്ട് തന്നെ തീരെ തുടഞ്ഞു പോയിട്ടില്ല. ഈ സമയത്ത് ഉപ്പൊന്നുകൂടെ നോക്കാം, ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ചട്ടിയിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ ചൂടുകൊണ്ട് ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചോറിൻ്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. മോര് കാച്ചുന്നതിന് പകരമായിട്ട് ഈ രീതിയിൽ കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്